ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വികാരി അച്ഛൻ ഈശോയെ തല്ലിയത് എന്തിന്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. ഭാര്യയും ഭർത്താവും മക്കളും പിന്നെ അവരുടെ കുറച്ച് സ്നേഹിതരുണ്ടായിരുന്നു. എല്ലാവരും കൂടിയാണ് കാണാൻ വന്നത്. അവര് സങ്കടത്തോടെ ഒരു അനുഭവം പങ്കുവെച്ചു. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പരസ്യമായി ഉണ്ടായ ഒരു സംഭവമാണ്. രഹസ്യമൊന്നുമില്ല ഇതിനകത്ത്. ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് നിർബന്ധിതരായ വൈദികര്, അതിനിഷ്ടമില്ലാത്ത വൈദികര്, ആ ദേഷ്യം മുഴുവൻ തീർത്തത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോടാണ്. പുതിയ തക്സ ഉപയോഗിച്ച് ഒരു വൈദികൻ കുർബാന ചൊല്ലുകയാണ്. പുതിയ തക്സ ആയതുകൊണ്ട് അതങ്ങ് ഇണങ്ങിയിട്ടില്ല. ഇങ്ങനെ വിടർത്തി വെച്ചാലും അത് വീണ്ടും വരികയാണ്. പുതിയ പുസ്തകമാണല്ലോ. അപ്പം അദ്ദേഹം കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തക്സ ഇങ്ങനെ നിവർത്തി വെച്ചു. പുസ്തകം വീണ്ടും അടഞ്ഞുപോയി. വീണ്ടും അദ്ദേഹം നിവർത്തി വെച്ചു. അപ്പോഴും അടഞ്ഞു. ആ ദേഷ്യം, അതായത് ഈ തക്സ ശരിക്കും ഇരിക്കാത്തതിന് ദേഷ്യം, അദ്ദേഹം സർവശക്തി എടുത്തിട്ട് ഒറ്റ അടിയാണ് ആ തക്സയിൽ. പള്ളിയകത്തുണ്ടായിരുന്ന ഒരു 800ഓളം പേരുണ്ടായിരുന്ന അവിടെ അവർ ഞെട്ടിപ്പോയി. മൈക്കിൽ കൂടി, അതായത് ഈ അടിയുടെ ശബ്ദം കൂടാണ്ട് മൈക്കിലൂടെയും കൂടി വന്നു. അപ്പോൾ അവരുടെ ഈ ഡയഫ്രം, ചെവിയുടെ ഡയഫ്രം പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു. അവരാകെ ഞെട്ടിപ്പോയി. എന്തോ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന പോലെയോ ഉരുൾപൊട്ടൽ പോലെയോ അല്ലെങ്കിൽ ഒരു ബോംബിടുന്ന പോലെ ശബ്ദമാണ് അവർക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടത്. ആൾത്താരക്കുട്ടികൾ പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവരെന്തോ തെറ്റ് ചെയ്തെന്നും അവരോടുള്ള ദേഷ്യമാണ് അച്ഛൻ തീർത്തതെന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല. കുർബാന കഴിഞ്ഞ് ആളുകളൊക്കെ പോയി. ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞു പോയി. അച്ഛൻ അങ്ങ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ആൾത്താരക്കുട്ടികളിലെ ഒരാളുടെ അനിയൻ, താഴെ കൊച്ച്, അവൻ ഈ ആൾത്താരക്കുട്ടിയായ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, എന്തിനാണ് വികാരിയച്ഛൻ നമ്മുടെ ഈശോ തമ്പുരാനെ തല്ലിയത്? ചേട്ടാ, എന്തിനാണ് നമ്മുടെ വികാരിയച്ഛൻ നമ്മുടെ ഈശോ തമ്പുരാനെ തല്ലിയത്? ആ ചോദ്യം കേട്ട് ആ കുട്ടികളുടെ അപ്പനും അമ്മയും അവരെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. ഈ മാതാപിതാക്കൾ കണ്ണിലൂടെ കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് എന്തോ മനസ്സിലായി. അരുതാത്തതെന്തോ സംഭവിച്ചു. അരുതാത്തതെന്തോ വികാരിയച്ഛൻ ചെയ്തു. അപ്പനമ്മയും കരഞ്ഞപ്പോൾ ആ കരച്ചിൽ അവരുടെ സങ്കടവും അലിഞ്ഞു പോയി കാണും. കുർബാന കഴിയുമ്പോൾ വികാരിയച്ഛനോ കുർബാന അർപ്പിക്കുന്ന അച്ഛൻ ആരാണെങ്കിലും മദ്ബഹയിലേക്ക് പ്രവേശിച്ച് സ്വകാര്യമായി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ആ കബറിടത്തിന് സ്വസ്തി പറയാണ്. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന. എന്നിട്ട് ആ ബലിപീഠം ചുംബിച്ചാണ് അച്ഛൻ വിടവാങ്ങുന്നത്. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച, നിന്നിൽ നിന്ന് ഒരാളായിട്ടാണ് മദ്ബഹയിലെ അൾത്താരയെ, ബലിപീഠത്തെ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക്. വചനം എന്ന് പറഞ്ഞ ആളാണ്. തിരുവചനം എന്ന് പറഞ്ഞാൽ ആളാണ്. ക്രിസ്ത്യാനികൾക്ക് വചനം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനമല്ല, ഒരാളാണ്. ആ ആളും ആ ആളെക്കുറിച്ചുള്ളതും ആ ആള് പറഞ്ഞതും ആ ആളിൽ സംഭവിച്ചതും, ഇതിനെയാണ് വചനമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. സുവിശേഷം എന്ന് പറയുന്ന ഒരാളാണ്. ദൈവം പിതാവ് മനുഷ്യർക്ക് നൽകിയ സുവിശേഷം, നല്ല വിശേഷം, നല്ല വാർത്ത, അതൊരാളാണ്. അവന് പുത്രൻ അയച്ചു. യോഹന്നാൻ 3:16, തന്റെ പുത്രനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ പുത്രനെ നൽകി. ആ പുത്രനാണ് സുവിശേഷം. ആ പുത്രൻ തമ്പുരാനാണ് തിരുവചനം. അതുകൊണ്ടാണ് ഈ ആളായി കരുതുന്ന ബലിപീഠത്തില് ആളായി കരുതപ്പെടുന്ന സുവിശേഷവും സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശ് എന്ന് മാത്രമല്ല, കുരിശിൽ മരിച്ചവൻ എന്നുകൂടി അർത്ഥമുണ്ട്. കുരിശിൽ മരിച്ചവൻ, മരിച്ചുയർത്തവൻ. ആ സ്ലീവായും ബലിപീഠത്തിൽ വെക്കുന്നതും
അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ബലിപീഠത്തെ ഒരാളായി സങ്കല്പിക്കുന്നു, സുവിശേഷത്തെ ഒരാളായി സങ്കല്പിക്കുന്നു, സ്ലീവായ ഒരാളായി സങ്കല്പിക്കുന്നു. ഇത് മൂന്നും ഒരേ സ്ഥലത്താണ്. മാത്രമല്ല എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം. നമ്മെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമാണ് നമ്മുടെ കർത്താവിന്റെ കബറിടം. ആ കബറിടം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ഇവനെ അടക്കം ചെയ്ത ഒരു സ്ഥലമെന്ന് മാത്രമല്ലല്ലോ, അവിടെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ ചരിത്രത്തിലുള്ളൂ. മറ്റൊരു മത നേതാവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവനെ കബറടക്കിയ സ്ഥലം, അവിടെ തന്നെയാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ഈ കബറടക്കിയതിന് സാക്ഷികളുണ്ട്, മരണത്തിന് സാക്ഷികളുണ്ട്, കബറടക്കുന്ന സാക്ഷികളുണ്ട്. ഉത്ഥാനം കഴിഞ്ഞിട്ട് അവൻ അനേക പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ പട്ടികയെല്ലാം 1 കൊരിന്തോസ് 15 അധ്യായത്തില്, കൊരിന്തോസർക്കുള്ള 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായത്തിലുണ്ട്. പട്ടിക ഇങ്ങനെ 500-ലധികം പേർക്കെന്നൊക്കെ പറഞ്ഞ് ഇത്രയും ചരിത്ര സാക്ഷ്യങ്ങളുള്ള സംഭവങ്ങൾ തന്നെ ലോക ചരിത്രത്തിലില്ല. എന്നിട്ടാണ് ഈ സമാധാന മതക്കാര് അവൻ മരിച്ചിട്ടില്ലെന്നും അവൻ അടക്കിയിട്ടില്ലെന്നും ഉത്ഥാനം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്നത്, കല്ല് വെച്ചെന്നാണ് പറഞ്ഞ് നടക്കുന്നത്. എന്തുമാകട്ടെ, കർത്താവിന്റെ കബറിടം എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റ സ്ഥലം കൂടിയാണ്. അവന്റെ ബലി അരങ്ങേറിയ കുരിശിനെ ഈ ബലിപീഠം പ്രതിനിധാനം ചെയ്യുന്നു. അവൻ ഉത്ഥാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ആ ഉത്ഥാനം പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് മധുബഹയിലെ ഈ ബലിപീഠം. ആ ബലിപീഠത്തിൽ 2 തുണികൾ നമ്മൾ കാണുന്നത്. ഒന്ന് കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ തുണി, മറ്റൊന്ന് അവന്റെ ഫേസ് വെയില്, അവന്റെ മുഖത്തിട്ട തുണി. അതിങ്ങനെ ചുരുട്ടിക്കുട്ടി ആ കല്ലറയുടെ കോർണറിൽ മൂലയിൽ വെച്ചിരുന്നു. ഇതാണ് സീറോ മലബാർ സഭയിൽ ഈ ശോശപ്പം ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെക്കുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളാണ് ഈ പറയുന്നത്. അത് അവിടെ ഇനാക്ട് ചെയ്യാണ്, അവതരിപ്പിക്കുകയാണ്. വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂദാശ, വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റേർജി. അപ്പം യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ ജീവൻ വയ്ക്കുന്നതാണ് ഈ ശോശപ്പം മടക്കി വെക്കുന്നത്. ഇനി തീർന്നില്ല. നിയമാനുസൃതം പട്ടം കിട്ടിയ ഏത് വൈദികനും സഭ നൽകിയ തക്സയിലുള്ളതുപോലെ കുർബാന അർപ്പിക്കാം. നിയമാനുസൃതം പട്ടം കിട്ടിയ ഏത് വൈദികനും സഭ നൽകിയ തക്സയിലുള്ളതുപോലെ കുർബാന അർപ്പിക്കാം. പക്ഷേ ബലിപീഠം കൂദാശ ചെയ്യാൻ മെത്രാന് മാത്രമേ കഴിയൂ. കുർബാന അർപ്പിക്കുന്ന ഏത് വൈദികനും കഴിയും, പട്ടം കിട്ടിയ വൈദികനും കഴിയും. പക്ഷേ ബലിപീഠം കൂദാശ ചെയ്യാൻ വൈദികർക്ക് കഴിയില്ല, മെത്രാനെ കഴിയും. അതുകൊണ്ട് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 18-19 വാക്യങ്ങള്, ബലിപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ല എന്നും അതിന്മേലുള്ള ബലിവസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണ് എന്നും നിങ്ങൾ പറയുന്നു. കുരുടന്മാരെ, ഏതാണ് വലിയത്, ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമോ? നിങ്ങൾ പറയുന്ന ബലിപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ലെന്ന്, അതിന്മേലുള്ള ബലിവസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണെന്ന്. കുരുടന്മാരെ എന്നാണ് കർത്താവ് അവർ വിളിക്കുന്നത്. ഏതാണ് വലിയത്, ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമോ? ഈ ബലിപീഠം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും കൂടി അതിൽ സൂചനയുണ്ട്. ഹോമയാഗം അർപ്പിച്ചിരുന്ന പീഠം, യാഗ കേന്ദ്രീകൃതമായ ആരാധനയുടെ കേന്ദ്രമായിരുന്നത്. വളരെ ആഘോഷപൂർവ്വമാണ് അതിന്റെ പൗത്രീകരിക്കൽ കർമ്മം പഴയ നിയമത്തിൽ അനുഷ്ഠിച്ചിരുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 29:36, സംഖ്യ 7:10, 2 ദിനവൃത്താന്തം 4:1. അതിന്റെ ചുവട് പിടിച്ചാണ് പുതിയ നിയമത്തിൽ മെത്രാന് മാത്രം ഈ ബലിപീഠം ആശീർവദിക്കാനുള്ള അവകാശം വെച്ചിരിക്കുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു, ഈശോ മിശിഹ അപ്പസ്തോലന്മാർക്ക് പകർന്നു നൽകിയതും അപ്പസ്തോലന്മാർ കൈവപ്പിലൂടെ കൈമാറിയതും ഇതുവരെ മുറിഞ്ഞു പോകാത്തതുമായ ശ്രൈകിക പിന്തുടർച്ചയിലുള്ള ഒരു മെത്രാൻ ദിവ്യമായ ശാരീരിക സ്പർശത്തിനോലെ കത്തോലിക്ക സഭയുടെ ബലിപീഠത്തെ കൂദാശ ചെയ്യാണ്. പുറകോട്ട് പോയാൽ ഈശോ മിശിഹ വരെത്തുന്ന പാവനമായ ഒരു ശാരീരികതയുണ്ട് ഈ കൈവപ്പിലൂടെ വരുന്നത്. അതിനാൽ തന്നെ ബലിപീഠം വെഞ്ചിരിക്കുകയല്ല, കൂദാശ ചെയ്യുകയാണ്. വെഞ്ചിരിപ്പ് കന്നാൻ ഉപയോഗിക്കുന്നു, കൂദാശ ചെയ്യാൻ ഒലിവെണ്ണയാണ്. കൂദാശ ചെയ്യപ്പെട്ട വ്യക്തിയോ വസ്തുക്കളോ അശുദ്ധമാക്കപ്പെട്ടാൽ അത് ദൈവനിന്ദ എന്ന പാപമാണ്. വെഞ്ചിരിപ്പുകൾ ആവർത്തിക്കാം, യാഗപീഠത്തിന്റെ കൂദാശ ചെയ്യൽ ആവർത്തിക്കാറില്ല. യാത്രക്കിടയിൽ കുർബാന അർപ്പിക്കാനായി കൊണ്ടു നടക്കാവുന്നതും മെത്രാൻ കൂദാശ ചെയ്തതുമായ യാഗപീഠം, കുർബാനക്കല്ല്, ദപ്പ, തബലൈത്ത് എന്നൊക്കെ പറയും, പുരോഹിതന്മാർ പൂജിതയോടെ കൈവശം വെച്ചിരുന്നു. തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ പ്രധാന ബലിപീഠത്തിന്റെ ഒത്ത നടുക്കാണ് അത് സൂക്ഷിച്ചിരുന്നത്. മറ്റെവിടെയും അത് സൂക്ഷിക്കാൻ പറ്റില്ല. ബലിപീഠത്തിൽ വെക്കുന്നതെല്ലാം വിശുദ്ധമാക്കുമെന്ന കർത്താവ് പറഞ്ഞേ. അതുകൊണ്ടാണ് തിരിക്കാലുകളോ
പിന്നെ മറ്റെന്തെങ്കിലും സംഗതികൾ, അതായത് പൂപ്പാത്രമോ ഒന്നും തന്നെ വെക്കാൻ പാടില്ല. ചിലയിടത്തൊക്കെ നമ്മൾ ബലിയർപ്പിക്കാൻ പോയ സങ്കടമാണ്, ചില്ലിട്ടിരിക്കുകയാണ്. അതായത് ഈ ചെറിയ തുണി പോലും വിരിക്കാൻ പറ്റാത്ത വിധം ചില്ല്, എന്നിട്ട് അതിന്റെ മുകളിൽ പൂക്കള്, അതിന്റെ മുകളിൽ തിരിക്കാലുകള്, ഈ മെഴുകുതിരിക്ക് ഒറ്റ വീടാതിരിക്കാൻ വേണ്ടി ചില്ലിട്ടിരിക്കുകയാണ്. ബലിപീഠം വൃത്തികേടായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾക്ക് അറിയാം ബലിപീഠം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടേക്ക് പ്രവേശിക്കാതെ അല്ലെങ്കിൽ വൈദികൻ 3 വർഷം കുമ്പിട്ട് അത്രയും ആചാരം ചെയ്താണ് ചെല്ലുന്നത്. അപ്പോൾ ഈശോ എന്ന ആളെ പ്രതിനിധാനം ചെയ്യുന്ന ബലിപീഠത്തെ അടിച്ചപ്പോഴ്, ഈ തക്സ ബലിപീഠത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാമ്പിൽ വെച്ച് അടിച്ചപ്പോഴ് ഈശോയെ അടിച്ചുവെന്നാണ് കുട്ടിക്ക് മനസ്സിലായത്. അൽത്താര കുട്ടികൾക്ക് അതാ മനസ്സിലായത്. അത് ശരിയുമാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈശോ എന്ന ആളെ അടിച്ചു. അപ്പോ ഈ കൊച്ച് അവന്റെ ചേട്ടനോട് ചോദിക്കുക, ആൾക്കാർ കുട്ടിയെ ചേട്ടനോട് ചോദിക്കുക, എന്തിനാണ് വികാരിയച്ചൻ നമ്മുടെ ഈശോ തമ്പുരാനെ അടിച്ചത്? ഈ തക്സ ഇങ്ങനെ ഒറ്റടി. അപ്പൊ എന്തിനാണ് ഈ ബലിപീഠം എന്ന് പറയുന്ന ഈശോ നാളെ പ്രതിനിധാനം ചെയ്യുന്ന ആ ബലിപീഠത്തെ ആ ഈശോ തമ്പുരാനെ അടിച്ചത് എന്തിന്? ഇതാണ് കുട്ടി ചോദിച്ചത്. എത്ര വലിയ ഇടർച്ചയാണ് ഈ ആത്മീയ പിതാക്കന്മാർ എന്ന് പറയുന്ന നമ്മുടെ വൈദികർ ചെയ്യുന്നത്. പണ്ട് ഒരു കത്തോലിക്ക വൈദികന്റെയും കത്തോലിക്കരുടെയും കൂട്ടത്തിൽ ഒരു ഹിന്ദു സ്ത്രീ വിശുദ്ധ നാട്ടിലേക്ക് പോയി. ഒരു ഹിന്ദു സ്ത്രീയുള്ളൂ, ബാക്കി എല്ലാവരും കത്തോലിക്കരും പിന്നെ കൂടെയുള്ള വികാരിയച്ഛനും. അവരുടെ വിശുദ്ധ നാട് യാത്രയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആ ഹിന്ദു സ്ത്രീ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വൈദികരും ഞങ്ങളുടെ ഗുരുക്കന്മാര്, ഈ ഹിന്ദുമതത്തിലെ ഗുരുക്കന്മാർ തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. ഞങ്ങളുടെ ഗുരുക്കന്മാര് പേരക്കിടാവനോട് മുത്തച്ഛൻ കാണിക്കുന്ന വാത്സല്യത്തോടെയാണ് പെരുമാറുക. ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങളോട് പെരുമാറുന്നത് പേരക്കിടാവനോട് മുത്തച്ഛൻ കാണിക്കുന്ന വാത്സല്യത്തോടെയാണ്. നിങ്ങളുടെ വികാരിയച്ഛന്മാര് ഞങ്ങളോട് പെരുമാറുന്നത്, അതായത് ജനങ്ങളോട് പെരുമാറുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ മാനേജറെ പോലെയാണ്, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പോലെയാണ്. വാത്സല്യമൊന്നുമില്ല. കച്ചവടം നടക്കണം, അല്ലെങ്കിൽ വ്യാപാരം നടക്കണം, ലാഭമുണ്ടാകണം. അപ്പൊ ഞങ്ങളുടെ ഗുരുക്കന്മാര് ഞങ്ങളോട് പെരുമാറുന്നത് മുത്തച്ഛൻ പേരക്കിടാവനോട് കാണിക്കുന്ന വാത്സല്യത്തോടെയാണ്. നിങ്ങളുടെ വികാരിയച്ഛന്മാര്, ഒരു ഹിന്ദു സ്ത്രീയുടെ സാക്ഷ്യമാണെന്ന് ഓർക്കണേ, ഞങ്ങളോട് പെരുമാറുന്നത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ മാനേജറോ പെരുമാറുന്ന പോലെ കച്ചവടത്തിന്റെ ഭാഷ, മയമില്ലാത്ത റഫായിട്ടുള്ള ഭാഷയാണ്. എത്ര വലിയ എതിർസാക്ഷ്യമാണിത്. ഈ ആൾക്കാരക്കുട്ടികൾ അനിയൻ, കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിനെന്താ മനസ്സിലായത്? വികാരത്തിന് ഈശോയെ അടിച്ചു. അങ്ങനെയല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടും ഇതിനേക്കാൾ മോശമായ കാര്യങ്ങളാണ് മറ്റു രൂപതകൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു രൂപതയിൽ വളരെ മോശമായ സംഗതികളാണ്. അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വൈദികർ മാത്രമല്ല, അതിനും മേലെ ഉള്ളവരാണ്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാതിരിക്കുന്ന സഭാധികാരികളെ ന്യായാധിപനായ ദൈവം തന്റെ നീതിയുടെ ത്രാസിൽ തൂക്കി നോക്കി കുറ്റക്കാരെന്ന് വിധിക്കില്ലേ? വിധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അവർ നൽകുന്ന ഉതപ്പ്, അവർ നൽകുന്ന ഇടർച്ച വൈദികർ നൽകുന്ന ഇടർച്ചയുടെ 10,000 മടങ്ങാണ്. അവർക്ക് കർത്താവ് പറഞ്ഞ ശിക്ഷ കടലിന്റെ ഒത്ത നടുവിൽ കൊണ്ടുപോയി തള്ളണമെന്നാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരല്പം അതിശയോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും കർത്താവ് അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇപ്പം എനിക്കുള്ളത്. കാരണം അത്രമാത്രമാണ് നമ്മുടെ സീറോ മലബാർ സഭയെ ഇക്കൂട്ടര് നശിപ്പിച്ചിരിക്കുന്നത്. ആ നാശത്തിന്റെ അളവെടുക്കാൻ പോലും കഴിയാത്ത വിധം അത്ര ക്രൂരമായ സംഗതികളാണ് നമ്മുടെ തലപ്പത്ത് നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയല്ല ഞാൻ ഇനി പ്രാർത്ഥിക്കുക. കർത്താവ് അളന്നു നോക്കി കുറ്റപ്പെടുത്തി ശിക്ഷിക്കട്ടെ എന്നാണ് ഇനി മുതൽ എൻ്റെ പ്രാർത്ഥന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.